നടി മോഹിനി ക്രിസ്റ്റീന എന്ന കത്തോലിക്ക സ്ത്രീയായതിന് പിന്നിലെ കഥ. ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിൽ 1990കളിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു നടി മോഹിനി. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച അവർ തൻ്റെ കരിയറിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് ജീവിതത്തിൽ വലിയൊരു ആത്മീയ വഴിത്തിരിവ് സംഭവിച്ചത്. ഹിന്ദു കുടുംബത്തിൽ ജനിച്ച മഹാലക്ഷ്മി എന്ന സ്ത്രീ സിനിമയിൽ വന്നപ്പോഴാണ് മോഹിനി എന്ന പേര് സ്വീകരിച്ചത്. വിവാഹശേഷം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മോഹിനി കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു. അമേരിക്കൻ വ്യവസായിയായ ഭരത് പോളാണ് ഭർത്താവ്. താരം തൻ്റെ പേര് ക്രിസ്റ്റീന മോഹിനി ശ്രീനിവാസൻ എന്നാക്കി മാറ്റുകയായിരുന്നു. മോഹിനി 1990കളിൽ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ സജീവമായിരുന്നു. മലയാള സിനിമയിൽ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ അവർ നിരവധി പ്രമുഖ താരങ്ങളോടൊപ്പം അഭിനയിച്ചു. അഭിനയ പ്രതിഭയും സുന്ദരമായ സ്ക്രീൻ സാന്നിധ്യവും കൊണ്ട് അവർ ശ്രദ്ധേയയായി. എന്നാൽ സിനിമയുടെ പുറംപോക്കിലെ ജീവിതത്തിൽ അവർ ആത്മീയമായി ഒരു ശൂന്യത അനുഭവിച്ചിരുന്നുവെന്ന് പിന്നീട് ചില അഭിമുഖങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. നടി മോഹിനി ക്രിസ്തുമതം സ്വീകരിച്ചത് തൻ്റെ ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളെയും മാനസിക സംഘർഷങ്ങളെയും തുടർന്നാണെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ പലതാണ്. വ്യക്തിപരമായ പ്രതിസന്ധികളാണൊന്ന്. വിവാഹശേഷം അമേരിക്കയിൽ താമസമാക്കിയ മോഹിനി കടുത്ത വിഷാദരോഗത്തിന് അഥവാ ഡിപ്രഷന് അടിമപ്പെട്ടിരുന്നു. സ്പോണ്ടിലോസിസ് പോലുള്ള അസുഖങ്ങളും അബോർഷനും അവരെ മാനസികമായി വളരെയേറെ തളർത്തി. ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് വരെ ചിന്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ബൈബിൾ വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് താൻ സമാധാനം കണ്ടെത്തിയതെന്ന് താരം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ആത്മീയ അന്വേഷണമാണ്. സമാധാനത്തിനായി തൻ്റെ സ്വന്തം മതത്തിലെയും ഇതര മതങ്ങളിലെയും ഗ്രന്ഥങ്ങൾ അവർ വായിക്കുകയും പഠിക്കുകയും ചെയ്തു. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച ഘട്ടങ്ങളിൽ വീട്ടിലെ ജോലിക്കാരി നൽകിയ ബൈബിൾ വായിക്കാനിടയായത് വലിയ വഴിത്തിരിവായി. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച താൻ തൻ്റെ ചോദ്യങ്ങൾക്ക് ഹിന്ദുമതത്തിൽ ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ സത്യമായ ദൈവത്തെ തേടിയുള്ള യാത്രയിലാണ് യേശുവിലേക്ക് എത്തിയത് എന്ന് അവർ പറയുന്നു. മറ്റൊന്ന് അനുഭവങ്ങളാണ്. രാത്രികാലങ്ങളിൽ ശ്വാസം മുട്ടലും ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടായപ്പോൾ ജ്യോത്സ്യന്മാർ ദുർമന്ത്രവാദമാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് പ്രാർത്ഥനയിലൂടെയാണ് തനിക്ക് മോചനം ലഭിച്ചതെന്ന് മോഹിനി വിശ്വസിക്കുന്നു. കുടുംബകാര്യങ്ങൾ. ഭർത്താവ് ഭരത് കൃഷ്ണസ്വാമിയുമായി വേർപിരിയുന്നതിൻ്റെ വക്കിലെത്തിയ ദാമ്പത്യം വിശ്വാസത്തിലൂടെ ക്രിസ്തുവിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോൾ വേർപിരിയേണ്ടതിൻ്റെ തലേ ദിവസം ആ ബന്ധം കൂട്ടിമുറുകാൻ ഇടയായതിനെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ വലിയ അനുഗ്രഹമായി അവർ കാണുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. 2006 കേരളത്തിലെ മുരിങ്ങൂർ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ നടന്ന ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് മോഹിനി കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ മാമോദീസ സ്വീകരിച്ച് അംഗമായി മാറിയത്. മതം മാറിയ ശേഷം ക്രിസ്റ്റീന മോഹിനി ശ്രീനിവാസൻ എന്ന പേര് അവർ സ്വീകരിച്ചു. നിലവിൽ മോഹിനി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുകയും സഭയുടെ പ്രവർത്തനങ്ങളിലും സുവിശേഷ പ്രഘോഷണങ്ങളിലും സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ചില വ്യക്തിപരമായ വെല്ലുവിളികളും മാനസിക സംഘർഷങ്ങളും മോഹിനിയെ ദൈവാന്വേഷണത്തിലേക്ക് നയിച്ചു. വ്യത്യസ്തമായ ആത്മീയ മാർഗങ്ങൾ പഠിച്ച ശേഷവുമാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്കും കത്തോലിക്ക വിശ്വാസത്തിലേക്കും അവർ വന്നത്. ബൈബിളിലെ ചില വചനങ്ങൾ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന വാക്യം അവരുടെ മനസ്സിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയതായി അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയും ബൈബിൾ പഠനവും വഴി മോഹിനി ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടുകയായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നു. അഭിമുഖങ്ങളിൽ അവർ പറഞ്ഞത്, ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷകനായി അംഗീകരിച്ചപ്പോൾ ഉള്ളിൽ സമാധാനം അനുഭവിച്ചതായിട്ടാണ്. ഇതൊരു മതം മാറ്റമായിട്ടല്ല അവർ കാണുന്നത്, മറിച്ച് മനം മാറ്റമായിട്ടാണ്. ജീവിത ദർശനത്തിലെ പൂർണ്ണമായ മാറ്റമായിരുന്നു അത് എന്നവർ പങ്കുവയ്ക്കുന്നു. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ദൈവകൃപ അനുഭവിച്ച വ്യക്തിയായി അവർ തൻ്റെ അനുഭവം
പങ്കുവയ്ക്കാറുണ്ട്. മോഹിനിയുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമായി പൊതുസമൂഹം കണക്കാക്കപ്പെടുന്നു. പ്രശസ്തിയും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഉള്ളിലെ സമാധാനം ലഭിക്കാതെ അലഞ്ഞുപോയ ഒരാൾ ആത്മീയ സത്യത്തെ കണ്ടെത്തിയ ശേഷം ജീവിതത്തിൽ വലിയ പുതുമയും സന്തോഷവും കണ്ടെത്തിയ കഥയാണ് മോഹിനിയുടേത്. നടി മോഹിനിയുടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്കുള്ള യാത്ര വ്യക്തിപരമായ ആത്മീയ അന്വേഷണത്തിൻ്റെ കഥയാണ്. പ്രശസ്തിയുടെ പ്രകാശത്തിൽ നിന്ന് ആത്മീയ സമാധാനത്തിൻ്റെ വെളിച്ചത്തിലേക്കുള്ള യാത്ര. വിശ്വാസം ഒരാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റാമെന്നതിന് ഒരു ഉദാഹരണമാണ് മോഹിനിയുടെ ജീവിതം. ഇത് മതം മാറ്റത്തിൻ്റെ ഒരു വാർത്തയല്ല, മറിച്ച് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തിയ ദൈവാനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ കഥയാണ്.